Hi everyone, welcome. So today we are discussing the summary of the chapter My Grandmother's House by Kamala Das. The poem reflects Kamala Das' nostalgic longing for her grandmother's house, which once symbolized love, warmth and security. ഒരിക്കൽ ലവ്, സ്നേഹം, വാംത്ത് ആൻഡ് സെക്യൂരിറ്റി ഇതിൻ്റെ എല്ലാം പ്രതീകമായിരുന്ന ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, കമലാദാസിൻ്റെ മുത്തശ്ശിയുടെ വീടിനോടുള്ള ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ലോങ്ങിങ്, ആഗ്രഹത്തെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യുന്നത്. ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്, നമ്മുടെ പോയറ്റിൻ്റെ ഗ്രാൻഡ് മദറുടെ മരണത്തോട് കൂടിയിട്ട് ദ ഹൗസ് ബിക്കെയിം കോൾഡ്, സൈലൻറ്റ് ആൻഡ് ലൈഫ്ലെസ്. ആ വീട് തണുത്തുറച്ചു, അതൊരു ജീവനില്ലാത്ത പോലെ ആയിട്ട് മാറി. അവിടെ ആൾതാമസം ഇല്ലാതായി. ആ വൈബ്രൻ്റ് ആയിട്ട് കിടന്നിരുന്ന വീട് സൈലൻസിലോട്ടായിപ്പോയി. സിംബലൈസിങ് ദ ലോസ് ഓഫ് ലവ് ആൻഡ് ഇന്നസെൻസ് ഇൻ ദ പോയറ്റ്സ് ലൈഫ്. ഈ ഒരു ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഡെത്തോട് കൂടിയിട്ട് നമ്മുടെ പോയറ്റിൻ്റെ ലൈഫിൽ ലോസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ നഷ്ടവും ആൻഡ് ഇന്നസെൻസ്, ആ ഒരു ഇന്നസെൻസും എല്ലാം നഷ്ടപ്പെട്ടു. ദ ഇമേജറി ഓഫ് സ്നേക്സ് എമംഗ് ബുക്സ് highlights the decay and emptiness that took over one's vibrant place. ഈ പോയത്തിൽ ദ സ്നേക്സ് മൂവ്ഡ് എമംഗ് ദ ബുക്സ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇമേജ് കാണിക്കുന്നത് ഒരിക്കൽ നല്ല വൈബ്രൻ്റ് ആയിട്ട് കിടന്നിരുന്ന ആ വീട് പിന്നീട് എംപ്റ്റിനെസ്, ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ആരും താമസിക്കാത്ത രീതിയിലായിപ്പോയി എന്നാണ് കാണിക്കുന്നത്. ദ പോയറ്റ് റീകോൾസ് ഹൗ ഷീ yearns to return to that house, seeking to relieve the comfort and affection she once experienced. ഒരിക്കൽ കംഫർട്ടും ലവ് ആൻഡ് അഫെക്ഷൻ ഒക്കെ കിട്ടിയിരുന്ന ആ ഒരു വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോയറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ദ ഡിസയർ ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ആൻഡ് ബ്രിങ് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് അണ്ടർസ്കോർസ് ഹെർ ഇമോഷണൽ ആംഗ്വിഷ് ആൻഡ് ലോങ്ങിങ് ഫോർ ദ പാസ്റ്റ്. ഈ പോയറ്റിൽ പിയർ ത്രൂ ദി ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, ജനലുകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ബ്രിങ് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്, ഒരു കൈ നിറയെ അവിടുത്തെ ഇരുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു കാലത്തെ ആഗ്രഹത്തെ പറ്റിയിട്ടാണ്. ദ മെറ്റഫർ ഓഫ് ദ ബ്രൂഡിംഗ് ഡോഗ് ബിഹൈൻഡ് ഹെർ ബെഡ്റൂം ഡോർ സിംബലൈസസ് ദ ഹോണ്ടിങ് മെമ്മറീസ് ഓഫ് ലവ് ലോസ്റ്റ്. ഈ പോയത്തിൽ ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നുണ്ട്, ഒരു കാവൽ നായ. ഇത് മെറ്റഫറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ദ ഹോണ്ടിങ് മെമ്മറീസ് ഓഫ് ലവ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഹോണ്ട് ചെയ്യുന്ന മെമ്മറീസിനെയാണ് ഇത് കാണിക്കുന്നത്. ഇൻ ദ കൺക്ലൂഡിംഗ് ലൈൻസ്, കമലാ ദാസ് ലാമൻസ് ഹെർ കറൻറ്റ് സ്റ്റേറ്റ് വേർ ഷീ ഫീൽസ് ലോസ്റ്റ് ആൻഡ് അബാൻഡൻഡ്, സീക്കിംഗ് ലവ് അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്. ഈ ഒരു പോയത്തിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നത് കമലാ ദാസ് ലാമൻസ്, വിലപിക്കുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്, ഹെർ കറൻറ്റ് സ്റ്റേറ്റ്, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോയറ്റ് ഈ ലാസ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ്? വെർ ഷീ ഫീൽസ് ലോസ്റ്റ് ആൻഡ് അബാൻഡൻഡ്, അവൾക്ക് ലോസ്റ്റ്, നഷ്ടപ്പെട്ടതുപോലെയും, അബാൻഡൻഡ്, ഒറ്റപ്പെട്ടതുപോലെയും ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സീക്കിംഗ് ലവ് അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്, അവളിപ്പോൾ സ്ട്രേഞ്ചേഴ്സ്, ഒരു പരിചയവും ഇല്ലാത്ത ആളുകളുടെ മുന്നിലാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. അവൾക്ക് സ്നേഹം കൊടുത്തിരുന്ന മുത്തശ്ശി മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ലവിന് വേണ്ടിയിട്ട് സീക്ക് ചെയ്യാണ്. ദ പോയം പോർട്രേറ്റ്സ് ദ പോയറ്റ്സ് ഇമോഷണൽ ജേർണി ഫ്രം എ സെക്യൂർ പാസ്റ്റ് ടു എ ഫ്രാഗ്മെൻറ്റഡ് പ്രസൻറ്റ്, ഹൈലൈറ്റിംഗ് തീംസ് ഓഫ് ലോസ്, നൊസ്റ്റാൾജിയ ആൻഡ് ക്വസ്റ്റ് ഫോർ ലവ്. ഈ പോയം കാണിച്ചു തരുന്നത് നമ്മുടെ പോയറ്റിൻ്റെ ഒരു ഇമോഷണൽ ജേർണിയാണ്. എവിടെ നിന്ന്? ഫ്രം എ സെക്യൂർ പാസ്റ്റ്, നല്ല സെക്യൂർ ആയിട്ടുള്ള കഴിഞ്ഞു പോയ ഒരു കാലത്ത് നിന്നും, ടു എ ഫ്രാഗ്മെൻറ്റഡ് പ്രസൻറ്റ്, കീറി മുറിഞ്ഞ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റിലോട്ടാണ് ഈ ഒരു പോയം നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് അവർ ഭയങ്കര ലവ് ആൻഡ് അഫെക്ഷനൊക്കെ കൂടിയിട്ട് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നു. ഈ ഒരു കാലത്ത് അവർക്കത് കിട്ടുന്നില്ല, കാരണം ഗ്രാൻഡ് മദർ മരിച്ചുപോയി. സോ ഫ്രം എ സെക്യൂർ പാസ്റ്റ് ടു എ ഫ്രാഗ്മെൻറ്റഡ് പ്രസൻസ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തീംസ് എന്തൊക്കെയാണ്? ലോസ്, നഷ്ടപ്പെടൽ, നൊസ്റ്റാൾജിക് ഫീലിംഗ് ആൻഡ് ക്വസ്റ്റ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ. സോ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ കൺവേ ചെയ്യുന്ന തീംസ്. So hope you understood it. Thank you.